Hello dear students, welcome to my YouTube channel. Today we are discussing about ecological system theory of Urie Bronfenbrenner. Ecological system theory is one of the important theory in development psychology. In this theory, Bronfenbrenner states that an individual's development is influenced by a series of interconnected environmental systems. അതായത് ഈ ഒരു തിയറിയിൽ ഇദ്ദേഹം പറയുന്നത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഡെവലപ്മെൻറ്റ് പലതരത്തിലുള്ള എൻവയോൺമെൻറ്റൽ സിസ്റ്റവുമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആണ് എന്നാണ്. ബ്രോൺഫെൻബ്രെന്നറിൻ്റെ എക്കോളജിക്കൽ സിസ്റ്റം തിയറിയിൽ ഒരുപാട് എൻവയോൺമെൻറ്റൽ സിസ്റ്റംസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ എൻവയോൺമെൻറ്റൽ സിസ്റ്റംസ് എല്ലാം തന്നെ ഇൻ്റർ കണക്റ്റഡ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ഇങ്ങനെ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ സിസ്റ്റംസ് ആണ് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഡെവലപ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഈ എൻവയോൺമെൻറ്റൽ സിസ്റ്റംസ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഇമ്മീഡിയറ്റ് സറൗണ്ടിങ്സ് ആവാം. ഇമ്മീഡിയറ്റ് സറൗണ്ടിങ്സ് എന്ന് പറയുന്നത് ഫാമിലി, അതൊരു ഇമ്മീഡിയറ്റ് സറൗണ്ടിങ്സ് ആണ്. ഇനി അതല്ലെങ്കിൽ ബ്രോഡ് സൊസൈറ്റൽ സ്ട്രക്ചർ ആവാം. ഫോർ എക്സാമ്പിൾ കൾച്ചർ എന്ന് പറയുന്നത് ഒരു ബ്രോഡ് സൊസൈറ്റൽ സ്ട്രക്ചർ അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സീരീസ് ഓഫ് ഇൻ്റർ കണക്റ്റഡ് എൻവയോൺമെൻറ്റൽ സിസ്റ്റംസ്, ഫോർ എക്സാമ്പിൾ ഫാമിലി, കൾച്ചർ, ഇതെല്ലാം ആണ് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഡെവലപ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നാണ് ഈ ഒരു തിയറിയിൽ മെയിനായിട്ടും പറയുന്ന കൺസെപ്റ്റ്. ബ്രോൺഫെൻബ്രെന്നർ ഡിവൈഡഡ് ദ എൻവയോൺമെൻറ്റ് ഇൻ ടു 5 സിസ്റ്റംസ്: മൈക്രോ സിസ്റ്റം, മീസോ സിസ്റ്റം, എക്സോ സിസ്റ്റം, മാക്രോ സിസ്റ്റം ആൻഡ് ക്രോണോ സിസ്റ്റം. ഇങ്ങനെ എൻവയോൺമെൻറ്റൽ സിസ്റ്റത്തിനെ 5 സിസ്റ്റമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദീസ് 5 സിസ്റ്റംസ് ആർ ഇൻ്റർ കണക്റ്റഡ്. അതുപോലെ തന്നെ ഈ 5 സിസ്റ്റവും ഈ ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് എന്നുള്ളത് ഒരു കോംപ്ലക്സ് സിസ്റ്റം ആണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. സോ ദിസ് ഈസ് എ ഡയഗ്രാം ഓഫ് ഇക്കോളജിക്കൽ സിസ്റ്റം തിയറി. ഈ സെൻറ്റർ പാർട്ടിലുള്ളതാണ് ഇൻഡിവിജ്വൽ, അതായത് ചൈൽഡിൻ്റെ ഇമ്മീഡിയറ്റ് സർക്കിളാണ് മൈക്രോ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. മൈക്രോ സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. ഫാമിലി, നെയ്ബേഴ്സ്, ഫ്രണ്ട്സ്, സ്കൂള്, ഇതൊക്കെയാണ് ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ മൈക്രോ സിസ്റ്റത്തിൽ വരുന്ന കോമ്പണൻസ്. ഈ മൈക്രോ സിസ്റ്റമാണ് ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റിലെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ലെവൽ എന്നാണ് പറയുന്നത്. കാരണം മൈക്രോ ലെവലിലുള്ള കോമ്പണൻസ് എല്ലാം തന്നെ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, പാരൻസ് ആയിക്കോട്ടെ, സിബ്ലിങ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ നമ്മളുടെ ഇമ്മീഡിയറ്റ് എൻവയോൺമെൻ്റ് ആണ്. നമ്മൾ ഡെയിലി കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാരും കൂടിയാണ് ഇവർ. അതുകൊണ്ട് തന്നെ നമ്മളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിലും നമ്മളുടെ ഇമോഷൻസിലും അതുപോലെ നമ്മളുടെ ഓവറോൾ ഗ്രോത്തിലെല്ലാം തന്നെ ഈ ഇമ്മീഡിയറ്റ് റിലേഷൻഷിപ്സിലുള്ള എല്ലാ ആൾക്കാരും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ മൈക്രോ സിസ്റ്റം ഈസ് എ ഫസ്റ്റ് ലെവൽ ഓഫ് ഇക്കോളജിക്കൽ സിസ്റ്റം തിയറി. മൈക്രോ സിസ്റ്റത്തിൽ ഏതൊക്കെ കോമ്പണൻസ് ആണ് വരുന്നത് എന്നുള്ളത് ഒന്നുകൂടി നമുക്കൊന്ന് നോക്കാം. അവർ ഇമ്മീഡിയറ്റ് ഫാമിലി, അതായത് പാരൻസ്, സിബ്ലിങ്സ്, ഗ്രാൻഡ് പാരൻസ്, സ്കൂൾ എൻവയോൺമെൻറ്റ്, അതിൽ ടീച്ചേഴ്സ്, ക്ലാസ്മേറ്റ്സ്, പിന്നെ നമ്മളുടെ പിയർ ഗ്രൂപ്പ്സ്, അതായത് ക്ലോസ് ഫ്രണ്ട്സ്, ദെൻ നമ്മളുടെ ക്ലബ്ബുകൾ, അതുപോലെ ഡോക്ടേഴ്സ്, നെയ്ബർഹുഡ്, നമ്മൾ കളിക്കാൻ പോകുന്ന നമ്മളുടെ ഫ്രണ്ട്സ്, ഇങ്ങനെയുള്ള ഇത്രയും ആൾക്കാരാണ് മൈക്രോ സിസ്റ്റത്തിൽ വരുന്നത്. ദ സെക്കൻഡ് ലെവൽ ഈസ് മീസോ സിസ്റ്റം. മീസോ സിസ്റ്റത്തിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള മൈക്രോ സിസ്റ്റത്തിലുള്ള കോമ്പണൻസ് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇവിടെ ഈ കോമ്പണൻസ് തമ്മിൽ ഇൻ്റർ കണക്റ്റഡ് ആണ്. അതായത് മീസോ സിസ്റ്റത്തിൽ മൈക്രോ സിസ്റ്റത്തിലുള്ള കോമ്പണൻസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടല്ല ഫങ്ഷൻ ചെയ്യുന്നത്. ഇത് തമ്മിൽ ഇൻ്റർ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ഈ കോമ്പണൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓരോ കോമ്പണൻസും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇൻഫ്ലുവൻസ് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഡെവലപ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു കുട്ടിയുടെ ലൈഫിലുള്ള മൈക്രോ സിസ്റ്റംസ് തമ്മിലുള്ള ഇൻ്ററാക്ഷൻസ് ആണ് മീസോ സിസ്റ്റത്തിൽ വരുന്നത്. ഈ ഇൻ്ററാക്ഷൻസിന് ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ആണുള്ളത്. മീസോ സിസ്റ്റത്തിനൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു കുട്ടിയുടെ സ്കൂൾ ലൈഫിൽ ആ കുട്ടിയുടെ പാരൻസ് ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുവാണെങ്കിൽ, അതായത് പാരൻസ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക, കുട്ടികളുടെ സ്കൂളിലുണ്ടാകുന്ന ഇവൻറ്റ്സിലെല്ലാം തന്നെ വോളണ്ടിയർ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുവാണെങ്കിൽ ആ കുട്ടി ബെറ്ററായിട്ട് അക്കാദമിക്കലി പെർഫോം ചെയ്യും. ഇവിടെ സ്കൂൾ ലൈഫ് അല്ലെങ്കിൽ സ്കൂൾ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മൈക്രോ സിസ്റ്റമാണ്. പാരൻസ് എന്ന് പറയുന്നത് വേറൊരു കോമ്പണൻ്റ് ആണ്. ഈ 2 കോമ്പണൻറ്റും തമ്മിലുള്ള ഇൻ്ററാക്ഷൻസ് അനുസരിച്ച് അല്ലെങ്കിൽ അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അനുസരിച്ചിട്ടാണ് കുട്ടിയുടെ അക്കാദമിക് പെർഫോമൻസ് ഇംപ്രൂവ് ആവുന്നത്. which means the interaction between the family microsystem and the school microsystem, which is forming a mesosystem, it can create a supportive environment for learning.
Then third level in ecological system theory is exosystem. ഫോമൽ ആൻഡ് ഇൻഫോമൽ ആയിട്ടുള്ള സോഷ്യൽ സ്ട്രക്ചേഴ്സ് ആണ് ഈ ഒരു എക്സോ സിസ്റ്റത്തിൽ വരുന്നത്. അതായത് നമ്മളുടെ പാരൻസിൻ്റെ വർക്ക് പ്ലേസസ്, അതുപോലെ നമ്മളുടെ എക്സ്റ്റെൻഡഡ് ഫാമിലി നെറ്റ്വർക്ക്സ്, അതായത് നമ്മളുടെ ഇമ്മീഡിയറ്റ് ഫാമിലി അല്ലാതെ നമ്മളുടെ റിലേറ്റീവ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ അതൊക്കെ, അതുപോലെ ലോക്കൽ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻസ്, സോഷ്യൽ മീഡിയ, സ്കൂൾ ബോർഡ് ഡിസിഷൻസ്, സോഷ്യൽ സർവീസസ് ആൻഡ് സപ്പോർട്ട് സിസ്റ്റംസ്, മാസ് മീഡിയ, ഇതൊക്കെയാണ് ഈ ഒരു എക്സോ സിസ്റ്റത്തിൽ വരുന്നത്. ഈ എക്സോ സിസ്റ്റത്തിൽ വരുന്ന കാര്യങ്ങൾ കുട്ടിയെ ഡയറക്റ്റ് അഫക്റ്റ് ചെയ്യുന്നില്ല, പക്ഷേ കുട്ടിയുടെ ഇമ്മീഡിയറ്റ് സർക്കിളിലുള്ള അതായത് മൈക്രോ സിസ്റ്റത്തിലുള്ള കോമ്പണൻസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് കുട്ടിയെയും അഫക്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഒരു പാരൻറ്റിൻ്റെ വർക്ക് പ്ലേസിൽ ഉണ്ടാകുന്ന പോളിസീസ് ആ കുട്ടിയുടെ ഡെവലപ്മെൻറ്റിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പാരൻസിന് വർക്ക് അവേഴ്സ് വളരെ കൂടുതലാണ്, അവർക്കൊരിക്കലൊരു വർക്ക് ലൈഫ് ബാലൻസ് ഇല്ല എന്നാണെങ്കിൽ ആ പാരൻറ്റിന് ഒരിക്കലും കുട്ടിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനോ കുട്ടിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനോ പറ്റില്ല. അപ്പോൾ എക്സോ സിസ്റ്റത്തിലിരിക്കുന്ന പാരൻസിൻ്റെ വർക്ക് പ്ലേസിലെ പോളിസി എന്നുള്ളൊരു കാര്യം കുട്ടിയുടെ ഡെവലപ്മെൻറ്റിനെ ഇൻഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നേരെ തിരിച്ച് പാരൻസിൻ്റെ വർക്ക് പ്ലേസിൽ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളതെങ്കിൽ അത് കുട്ടിയെയും കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെൻറ്റിനെ എല്ലാം തന്നെ പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും. ഇതാണ് എക്സോ സിസ്റ്റത്തിന് ഒരു എക്സാമ്പിൾ. അടുത്ത ലെവല് മാക്രോ സിസ്റ്റമാണ്. മാക്രോ സിസ്റ്റം ഇൻക്ലൂഡ്സ് കൾച്ചറൽ നോംസ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ്, സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ്, എഡ്യൂക്കേഷണൽ പോളിസീസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്, ഹെൽത്ത് കെയർ സിസ്റ്റംസ്, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ്, environmental attitudes and policies, gender roles and expectations, religious or philosophical ideologies. സോ മാക്രോ സിസ്റ്റം ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് കൾച്ചറൽ എലമെൻറ്റ്സ് ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരു സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന കൾച്ചറൽ നോംസ്, ആ സൊസൈറ്റിയുടെ ആറ്റിറ്റ്യൂഡ്സ്, അതൊക്കെ നമ്മളുടെ പാരൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, നമ്മളുടെ സൊസൈറ്റിയിലുള്ള എല്ലാ ആൾക്കാരെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് തീർച്ചയായിട്ടും ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ഒരു പാരൻസ് ജെൻഡർ റോൾസിൽ ബിലീവ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ആൺകുട്ടികൾ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യാൻ പാടുള്ളൂ, പെൺകുട്ടികൾ ഇന്ന കാര്യമാണ് ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനൊരു ബിലീഫ് സിസ്റ്റമാണ് ആ ഒരു പാരൻസ് ഉള്ളതെങ്കിൽ ആ കുട്ടിയെ അവരങ്ങനെയായിരിക്കും വളർത്തുന്നുണ്ടാവുക. ബോയ്സിന് കൂടുതൽ ഫ്രീഡം കൊടുക്കാം, ഗേൾസിന് പഠിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഗേൾസ് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്താൽ മതി, ഇങ്ങനെയുള്ള വാല്യൂസൊക്കെയാണ് ആ ഒരു പാരൻസിനുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിയുടെ ഡെവലപ്മെൻറ്റിനെ ഇത് അഫക്റ്റ് ചെയ്യും. പാരൻസിന് ഇങ്ങനെയുള്ള വാല്യൂസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തോട്ട്സ് ഉണ്ടാവുന്നത് ആ ഒരു സോഷ്യൽ നോംസും സൊസൈറ്റിയുടെ ആറ്റിറ്റ്യൂഡ്സും അല്ലെങ്കിൽ സോഷ്യൽ കണ്ടീഷൻസ്, കൾച്ചർ, ഐഡിയോളജീസ് കാരണമാണ്. സോ മാക്രോ സിസ്റ്റം ഈസ് ഇൻഡയറക്ട്ലി അഫക്റ്റ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ ചൈൽഡ്. മാക്രോ സിസ്റ്റത്തിന് വേറൊരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ, ഒരു പെർട്ടിക്കുലർ സൊസൈറ്റി ഇൻഡിവിജ്വൽ അച്ചീവ്മെൻറ്റ്സിന് കൂടുതൽ വാല്യൂ കൊടുക്കുന്നതാണെങ്കിൽ, അങ്ങനെ ഒരു സൊസൈറ്റി ആണെങ്കിൽ അവിടെ വളരുന്ന കുട്ടികൾ ഹൈലി കോമ്പറ്റീറ്റീവും അതുപോലെ തന്നെ സെൽഫ് റിലയൻറ്റും ആയിരിക്കും. കാരണം അവിടെയുള്ള പാരൻസ് കുട്ടികളുടെ പേഴ്സണൽ അക്കംപ്ലിഷ്മെൻറ്റും ഇൻഡിപെൻഡൻസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും. ഈ ഒരു തിയറിയിലെ ലാസ്റ്റ് ലെവലാണ് ക്രോണോ സിസ്റ്റം. ക്രോണോ സിസ്റ്റം ഇൻക്ലൂഡ് മേജർ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് സച്ച് ആസ് പാൻഡമിക്സ്, വാർസ്, then technological shift, example rise of internet, social media, then changes in family structure, example divorce, remarriage, then educational reforms and economic cycles. The chrono system relates to shift and transitions over the child's lifetime. ഒരു കുട്ടിയുടെ ലൈഫ് ടൈമിൽ ആ ഒരു ഏജിങ്ങിനനുസരിച്ചിട്ടുള്ള ഷിഫ്റ്റുകളും ട്രാൻസിഷൻസ് എല്ലാം ഉണ്ടാവും. ഏജിങ്ങിനനുസരിച്ചിട്ടുള്ള സോഷ്യൽ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ലൈഫ് ട്രാൻസിഷൻസ് ഉണ്ടാവും. ഇതിനോടൊക്കെ എങ്ങനെയാണ് ഈ ഒരു ചൈൽഡ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഇക്കോളജിക്കൽ സിസ്റ്റത്തിൽ വരുന്നത്. ഇപ്പോൾ നമ്മൾ വൈഡ് സ്പ്രെഡ് ആയിട്ട് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് ഈ ഒരു ക്രോണോ സിസ്റ്റത്തിൽ വന്നിട്ടുള്ള ഒരു ചേഞ്ചാണ്. ഈ ഒരു ചേഞ്ച് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത് നമ്മളുടെ ഡെവലപ്മെൻറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇത്രയാണ് ബ്രോൺഫെൻ ബ്രണ്ണേഴ്സിൻ്റെ ഇക്കോളജിക്കൽ സിസ്റ്റം തിയറി. ഈസി ആയിട്ടുള്ളൊരു തിയറിയാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം.